നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ വലിയ കഴിവുകളൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കംബാക്ക് സംഭവിച്ചാലോ? അനിയനെ സ്നേഹിച്ച് അവസാനം രാമകാര്യത്തിന് വഴികാട്ടിയായി മാറിയ ചിറകില്ലാത്ത സമ്പാദി എന്ന കഴുകനെ നമുക്കൊക്കെ അറിയാം. ജടായുവും സമ്പാദിയും പണ്ടത്തെ ഫ്ലൈയിങ് ഹീറോസ് ആയിരുന്നു. ഇന്നത്തെ ചെത്ത് പിള്ളേര് സ്പോർട്സ് ബൈക്കൊക്കെ എടുത്തിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണ്ടല്ലോ, അതുപോലെ ജടായും സമ്പാദിയും കൂടി ഒരു ദിവസം ഒരു മത്സരം വെക്കാണ്. നമ്മളിൽ ആരാണ് ആകാശത്ത് ഏറ്റവും ഉയരത്തിൽ പറക്കുക? അതായിരുന്നു മത്സരം. അങ്ങനെ രണ്ടുപേരും പറന്നു. അവസാനം ജടായു സൂര്യന്റെ അടുത്തൊക്കെ എത്താറായി. സൂര്യന്റെ ചൂടേറ്റ് ആകെ തളർന്നു. ജടായുവിന്റെ ജീവൻ വരെ നഷ്ടപ്പെടും എന്ന അവസരം വന്നപ്പോ സമ്പാദി ജടായുവിന്റെ മുകളിലായിട്ട് തന്റെ ചിറക് വിരിച്ച് ഒരു കൊട പോലെ പിടിച്ച് രക്ഷിക്കുകയാണ് അനിയനെ. ജടായു രക്ഷപ്പെട്ടു. പക്ഷെ സമ്പാദിയുടെ രണ്ട് ചിറകും കരിഞ്ഞ് ഭൂമിയിൽ വീഴാണ്. പക്ഷിക്ക് ചിറകില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും? ഇര പിടിക്കാൻ വയ്യ, ആകാശത്ത് നോക്കി ഒരൊറ്റ കിടപ്പാണ്. വർഷങ്ങളോളം അങ്ങനെ കിടന്നു. നമുക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള അവസ്ഥകൾ ജീവിതത്തിൽ. എല്ലാം നഷ്ടപ്പെട്ട് ഫുള്ള് ഡിപ്രഷൻ അടിച്ച് കരിയർ എല്ലാം ഇല്ലാതായി റൂമിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരവസ്ഥ. പക്ഷെ എല്ലാം ശരിയാവും എന്ന ചിന്തയിൽ സമ്പാദി വർഷങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരിക്കല് ഹനുമാൻ അടങ്ങുന്ന വാനരന്മാര് സീതാന്വേഷണത്തിനായിട്ട് കടൽ തീരത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അവര് ജടായുവിനെ കുറിച്ച് സംസാരിക്കുന്നത് സമ്പാദി കേട്ടു. അങ്ങനെ സമ്പാദി അവരുടെ അടുത്ത് ചെല്ലണു. കഴുകന്റെ കണ്ണുകളല്ലേ, ദീർഘദൃഷ്ടിയാണ്. അങ്ങനെ കടലിന്റെ അപ്പുറത്ത് ലങ്കയിൽ സീതയുണ്ട് എന്ന് കണ്ടുപിടിച്ചു സമ്പാദി. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതിയ സമ്പാദി ഇവിടെ ഈശ്വരന് പോലും വഴികാട്ടിയായിട്ട് മാറുകയാണ്. അതാണ് ട്വിസ്റ്റ്. ഇതോടുകൂടി ചിറകില്ലാത്ത സമ്പാദിക്ക് ചിറക് മുളച്ചു, ആകാശത്തേക്ക് പറന്നുയരുകയും ചെയ്തു. ഇതുപോലെ പറന്നുയരാനുള്ള ചിറകുകൾ നമുക്കും ഉണ്ട്. അത് കണ്ടെത്തി പറന്നുയരണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം പറന്നുയർന്നാ പോരാ, മറ്റുള്ളവർക്ക് പറക്കാനുള്ള വഴികാട്ടി ആവാൻ കൂടി നമുക്ക് സാധിക്കണം.